ഇന്ന് ഒരു അതിശയകരവും ശാസ്ത്രീയവുമായ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു. സുനിത വില്യംസ് എന്ന ബഹിരാകാശ സഞ്ചാരി ടൈം ട്രാവൽ നടത്തിയോ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ചോദ്യം കേൾക്കുമ്പോൾ ഒരു ശാസ്ത്ര കഥയിലേക്കോ സിനിമയിലേക്കോ കടക്കുന്നതുപോലെ തോന്നാം, എന്നാൽ ഇതിന് ഒരു യഥാർത്ഥ ശാസ്ത്രീയ അടിസ്ഥാനമുണ്ട്. സുനിത വില്യംസ് തന്റെ ബഹിരാകാശ ജീവിതത്തിന്റെ ഭാഗമായി ഏതാനും മില്ലി സെക്കൻഡുകൾ ടൈം ട്രാവൽ നടത്തിയിട്ടുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്ന ഉത്തരം. ടൈം ട്രാവൽ എന്നാൽ എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ട് വ്യത്യസ്ത ആൾക്കാർക്ക് സമയം വ്യത്യസ്ത രീതിയിൽ അനുഭവപ്പെടുമ്പോൾ കുറഞ്ഞ സമയം അനുഭവപ്പെട്ട ആൾ ഭാവിയിലേക്ക് ഒരു തരത്തിൽ യാത്ര ചെയ്തതായി കണക്കാക്കാം. ഈ ആശയം മനസ്സിലാകണമെങ്കിൽ ശാസ്ത്രത്തിന്റെ ഒരു വലിയ സിദ്ധാന്തം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആപേക്ഷികതാ സിദ്ധാന്തമാണ്. സമയം എന്നത് എല്ലാവർക്കും ഒരുപോലെ നീങ്ങുന്ന ഒരു സ്ഥിരമായ കാര്യമല്ല, മറിച്ച് അത് ആപേക്ഷികമാണ് എന്നാണ് ഈ സിദ്ധാന്തം വിശദീകരിക്കുന്നത്. ഒരാൾക്ക് സമയം എങ്ങനെ തോന്നുന്നു എന്നത് അവന്റെ ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും ആശ്രയിച്ചാണ് മാറുന്നത്. ഇതിന് രണ്ട് പ്രധാന ഘടകങ്ങളുണ്ട്. ഒന്ന് ഗുരുത്വാകർഷണ ശക്തി, മറ്റൊന്ന് സഞ്ചാര വേഗത. ഗുരുത്വാകർഷണ ശക്തി എന്നത് ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന ഒരു പ്രകൃതി ശക്തിയാണ്. ഉദാഹരണത്തിന് ഭൂമി നമ്മെ താഴേക്ക് വലിക്കുന്നത് ഈ ശക്തി കൊണ്ടാണ്. ഈ ശക്തി വളരെ കൂടുതലുള്ള ഒരു സ്ഥലത്ത് സമയം കുറച്ച് സാവധാനത്തിൽ നീങ്ങുന്നതായി അനുഭവപ്പെടും. അതായത് ഗുരുത്വാകർഷണ ശക്തി കൂടുതലുള്ള ഒരിടത്ത് നിൽക്കുന്നവർക്ക് അത് കുറവുള്ള ഒരിടത്ത് നിൽക്കുന്നവരെ അപേക്ഷിച്ച് സമയം കുറഞ്ഞതായി തോന്നും. ഒരു ഉദാഹരണം പറയാമെങ്കിൽ, ഒരു തമോദ്വാരത്തിന്റെ അടുത്ത് ഗുരുത്വാകർഷണ ശക്തി അത്യധികമായുണ്ട്. അവിടെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഭൂമിയിൽ പല വർഷങ്ങൾ കടന്നുപോകുന്നതായി തോന്നും. ഈ പ്രതിഭാസത്തെ ഗുരുത്വാകർഷണം മൂലമുള്ള സമയ വ്യത്യാസം എന്നാണ് വിളിക്കുന്നത്. ഈ ആശയം ഐൻസ്റ്റീൻ 1915 തന്റെ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിന്റെ ഭാഗമായി വിശദീകരിച്ചു. ഇത് ശാസ്ത്രലോകത്ത് ഒരു വലിയ മാറ്റമുണ്ടാക്കി. ഇനി സഞ്ചാര വേഗതയുടെ കാര്യം നോക്കാം. ഒരാൾ വളരെ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ കുറഞ്ഞ വേഗതയിൽ നിൽക്കുന്നവരെ അപേക്ഷിച്ച് അവന് സമയം കുറച്ച് സാവധാനത്തിൽ നീങ്ങുന്നതായി അനുഭവപ്പെടും. ഈ പ്രതിഭാസത്തെ വേഗത മൂലമുള്ള സമയ വ്യത്യാസം എന്നാണ് പറയുന്നത്. ഇത് ഐൻസ്റ്റീന്റെ പ്രത്യേക ആപേക്ഷികതാ സിദ്ധാന്തത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. 1905 ഐൻസ്റ്റീൻ ഈ സിദ്ധാന്തം അവതരിപ്പിച്ചപ്പോൾ പ്രകാശത്തിന്റെ വേഗതയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം എന്ന് അവർ വ്യക്തമാക്കി. പ്രകാശം ഒരു സെക്കൻഡിൽ 330 ലക്ഷം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു. ഈ വേഗതയോട് അടുത്ത് എന്തെങ്കിലും സഞ്ചരിക്കുമ്പോൾ സമയം വളരെ കുറഞ്ഞതായി അനുഭവപ്പെടും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ പ്രകാശത്തിന്റെ വേഗതയിൽ ഒരു വർഷം യാത്ര ചെയ്താൽ ഭൂമിയിൽ പല വർഷങ്ങൾ കടന്നുപോകും, പക്ഷേ യാത്രക്കാരന് ഒരു വർഷം മാത്രമേ തോന്നുകയുള്ളൂ. ഈ സിദ്ധാന്തങ്ങൾ ശാസ്ത്രജ്ഞർ പലതവണ പരീക്ഷണങ്ങൾ വഴി തെളിയിച്ചിട്ടുണ്ട്. 1971 ജോസഫ് ഹാഫലെയും റിച്ചാർഡ് കീരിങ്ങും നടത്തിയ ഒരു പ്രശസ്ത പരീക്ഷണത്തിൽ വിമാനങ്ങളിൽ വെച്ച വളരെ കൃത്യതയുള്ള അണുഘടികാരങ്ങൾ ഭൂമിയിലെ ഘടികാരങ്ങളെ അപേക്ഷിച്ച് ചെറിയ വ്യത്യാസം കാണിച്ചു. ഇത് വേഗതയും ഗുരുത്വാകർഷണവും സമയത്തെ ബാധിക്കുന്നു എന്ന് തെളിഞ്ഞു. സുനിത വില്യംസിന്റെ ബഹിരാകാശ യാത്രയും ഈ ശാസ്ത്ര സത്യത്തിന്റെ ഒരു പ്രതിഫലനമാണ്. ഇനി സുനിത വില്യംസിന്റെ ബഹിരാകാശ ജീവിതത്തെക്കുറിച്ച് വളരെ വിശദമായി പരിശോധിക്കാം. സുനിത വില്യംസ് ഒരു പ്രശസ്ത ബഹിരാകാശ സഞ്ചാരിയാണ്. അവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ആകെ 322 ദിവസങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. 2006 2007 ഒരു ദൗത്യവും പിന്നീട് 2012 മറ്റൊരു ദൗത്യവും അവർ പൂർത്തിയാക്കി. ഈ സമയത്ത് ഭൂമിയെ ചുറ്റി ശാസ്ത്രീയ പഠനങ്ങൾ നടത്തി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്നത് ഭൂമിയിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ബഹിരാകാശ ലബോറട്ടറിയാണ്. ഈ നിലയം മണിക്കൂറിൽ 27,600 കിലോമീറ്റർ വേഗതയിൽ ഭൂമിയെ ചുറ്റുന്നു. അതായത് ഒരു സെക്കൻഡിൽ 7 കിലോമീറ്ററും 60 മീറ്ററും ദൂരം കടന്നുപോകുന്നു. ഈ ഉയരവും വേഗതയും സമയത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്ന് നോക്കാം. ആദ്യം ഗുരുത്വാകർഷണ ശക്തിയുടെ കാര്യം പരിശോധിക്കാം. ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ ഉയരത്തിൽ ബഹിരാകാശ നിലയത്തിന്റെ ഗുരുത്വാകർഷണ ശക്തി ഭൂമിയുടെ ഉപരിതലത്തിലുള്ളതിനേക്കാൾ അല്പം കുറവാണ്. ഏകദേശം ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയുടെ 90% മാത്രം. ഈ ഗുരുത്വാകർഷണ ശക്തി കുറവായതിനാൽ ബഹിരാകാശ നിലയത്തിൽ സമയം ഭൂമിയേക്കാൾ അല്പം വേഗത്തിൽ നീങ്ങുന്നു. അതായത് സുനിത വില്യംസിന് ഭൂമിയിൽ ജീവിക്കുന്നവരെ അപേക്ഷിച്ച് സമയം കുറച്ച് കൂടുതൽ അനുഭവപ്പെടുന്നതായി തോന്നും. എന്നാൽ ഈ മാറ്റം വളരെ ചെറുതാണ്, കാരണം ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തി തന്നെ ഒരു തമോദ്വാരത്തിന്റെ ഗുരുത്വാകർഷണ ശക്തിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ഒരു തമോദ്വാരത്തിന്റെ അടുത്ത് ഗുരുത്വാകർഷണ ശക്തി ലക്ഷക്കണക്കിന് മടങ്ങ് കൂടുതലാണ്. അവിടെ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ ഭൂമിയിൽ ദിവസങ്ങളോ മാസങ്ങളോ കടന്നുപോകും. എന്നാൽ ബഹിരാകാശ നിലയത്തിന്റെ ഉയരത്തിൽ ഈ വ്യത്യാസം ഒരു സെക്കൻഡിന്റെ വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ്. ഒരു സെക്കൻഡിന്റെ ലക്ഷത്തിൽ ഒരു ഭാഗത്തിന്റെ ലക്ഷത്തിൽ ഒരു ഭാഗം എന്ന് പറയാം. ഈ സൂക്ഷ്മമായ വ്യത്യാസം ഒരു ദിവസത്തിൽ ഒരു സെക്കൻഡിന്റെ ലക്ഷത്തിൽ ഒരു ഭാഗത്തിന്റെ 10ൽ ഒരു ഭാഗം എന്ന തോതിൽ മാത്രമേ സമയത്തിൽ വർധന ഉണ്ടാക്കൂ. അതായത് ഒരു മില്ലി സെക്കൻഡിന്റെ 1000ൽ ഒരു ഭാഗത്തിന്റെ 7 ഭാഗം എന്ന ചെറിയ തോതിൽ മാത്രം. ഇനി സഞ്ചാര വേഗതയുടെ കാര്യം പരിശോധിക്കാം.
ബഹിരാകാശ നിലയം മണിക്കൂറിൽ 27,600 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഇത് ഭൂമിയിൽ ഏതാണ്ട് നിശ്ചലമായി നിൽക്കുന്നവരെ അപേക്ഷിച്ച് സമയത്തെ കുറച്ച് സാവധാനത്തിൽ അനുഭവപ്പെടുത്തുന്നു. ഐൻസ്റ്റീന്റെ പ്രത്യേക ആപേക്ഷികതാ സിദ്ധാന്തം വ്യക്തമാക്കുന്നത് വേഗത കൂടുന്തോറും സമയം കുറയുന്നു എന്നാണ്. എന്നാൽ ഈ വേഗത പ്രകാശത്തിന്റെ വേഗതയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. പ്രകാശം ഒരു സെക്കൻഡിൽ 330 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അതിന്റെ ഒരു സെക്കൻഡിന്റെ ലക്ഷത്തിൽ ഒരു ഭാഗത്തിന്റെ 400-ൽ ഒരു ഭാഗം മാത്രമാണ് ബഹിരാകാശ നിലയത്തിന്റെ വേഗത. അതിനാൽ ഈ വേഗത മൂലം സമയത്തിൽ ഉണ്ടാകുന്ന മാറ്റവും ഒരു സെക്കൻഡിന്റെ ലക്ഷത്തിൽ ഒരു ഭാഗത്തിന്റെ 10-ൽ ഒരു ഭാഗം എന്ന തോതിൽ മാത്രമാണ്. അതായത് ഒരു ദിവസത്തിൽ ഒരു മില്ലി സെക്കൻഡിന്റെ 1000-ൽ ഒരു ഭാഗത്തിന്റെ 30 ഭാഗം എന്ന തോതിൽ സമയം കുറയും. ഈ രണ്ട് ഘടകങ്ങൾ, ഗുരുത്വാകർഷണവും വേഗതയും, ഒരുമിച്ച് ചേരുമ്പോൾ സുനിത വില്യംസിന്റെ സമയ അനുഭവത്തിൽ ഒരു ചെറിയ വ്യത്യാസം സൃഷ്ടിക്കുന്നു. ഇപ്പോൾ ഈ സമയ വ്യത്യാസം എത്രത്തോളമുണ്ട് എന്ന് വളരെ വിശദമായി കണക്കാക്കാം. സുനിത വില്യംസ് 322 ദിവസങ്ങൾ ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ചു. ഈ കാലയളവിൽ ഭൂമിയിൽ ജീവിക്കുന്നവരുമായി താരതമ്യം ചെയ്യുമ്പോൾ സമയത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആദ്യം ഗുരുത്വാകർഷണ ശക്തി മൂലമുള്ള മാറ്റം പരിശോധിക്കാം. ബഹിരാകാശ നിലയത്തിന്റെ ഗുരുത്വാകർഷണ ശക്തി ഭൂമിയേക്കാൾ കുറവായതിനാൽ അവിടെ സമയം ഭൂമിയേക്കാൾ അല്പം വേഗത്തിൽ നീങ്ങുന്നു. ഒരു സെക്കൻഡിന്റെ ലക്ഷത്തിൽ ഒരു ഭാഗത്തിന്റെ 500-ൽ ഒരു ഭാഗം എന്ന തോതിൽ സമയം വേഗത്തിൽ നീങ്ങുന്നതായി കണക്കാക്കാം. ഒരു ദിവസത്തിൽ ഇത് ഒരു സെക്കൻഡിന്റെ ലക്ഷത്തിൽ ഒരു ഭാഗത്തിന്റെ 10-ൽ ഒരു ഭാഗം എന്ന തോതിൽ വർധനയായി മാറും. അതായത് ഒരു മില്ലി സെക്കൻഡിന്റെ 1000-ൽ ഒരു ഭാഗത്തിന്റെ 7 ഭാഗം എന്ന തോതിൽ സമയം കൂടുതലായി അനുഭവപ്പെടും. ഇനി വേഗത മൂലമുള്ള മാറ്റം നോക്കാം. ബഹിരാകാശ നിലയത്തിന്റെ വേഗത മണിക്കൂറിൽ 27,600 കിലോമീറ്ററാണ്. ഇത് ഭൂമിയിൽ നിശ്ചലമായി നിൽക്കുന്നവരെ അപേക്ഷിച്ച് സമയത്തെ സാവധാനത്തിൽ അനുഭവപ്പെടുത്തുന്നു. ഒരു സെക്കൻഡിന്റെ ലക്ഷത്തിൽ ഒരു ഭാഗത്തിന്റെ 150-ൽ ഒരു ഭാഗം എന്ന തോതിൽ സമയം കുറയുന്നതായി കണക്കാക്കാം. ഒരു ദിവസത്തിൽ ഇത് ഒരു മില്ലി സെക്കൻഡിന്റെ 1000-ൽ ഒരു ഭാഗത്തിന്റെ 30 ഭാഗം എന്ന തോതിൽ കുറവായി മാറും. ഈ രണ്ട് ഘടകങ്ങളും ഒരുമിച്ച് കൂട്ടിനോക്കുമ്പോൾ വേഗത മൂലമുള്ള സമയക്കുറവ് ഗുരുത്വാകർഷണ ശക്തി മൂലമുള്ള സമയവർധനയേക്കാൾ അല്പം കൂടുതലാണ്. ഒരു ദിവസത്തിൽ ഗുരുത്വാകർഷണ ശക്തി മൂലം ഒരു മില്ലി സെക്കൻഡിന്റെ 1000-ൽ ഒരു ഭാഗത്തിന്റെ 7 ഭാഗം സമയം കൂടുമ്പോൾ വേഗത മൂലം ഒരു മില്ലി സെക്കൻഡിന്റെ 1000-ൽ ഒരു ഭാഗത്തിന്റെ 30 ഭാഗം സമയം കുറയുന്നു. ഇതിൽ നിന്ന് ഒരു ദിവസത്തിൽ ഒരു മില്ലി സെക്കൻഡിന്റെ 1000-ൽ ഒരു ഭാഗത്തിന്റെ 23 ഭാഗം എന്ന തോതിൽ സമയം കുറയുന്നതായി കാണാം. ഈ കണക്ക് 322 ദിവസങ്ങൾക്ക് വ്യാപിപ്പിക്കുമ്പോൾ ആകെ സമയ വ്യത്യാസം ഒരു മില്ലി സെക്കൻഡിന്റെ 1000-ൽ ഒരു ഭാഗത്തിന്റെ 7406 ഭാഗം എന്ന തോതിലാണ്. ഇത് ഏകദേശം 8 മില്ലി സെക്കൻഡും 7 മില്ലി സെക്കൻഡിന്റെ 10-ൽ ഒരു ഭാഗവുമായി കണക്കാക്കാം. അതായത് 8 മില്ലി സെക്കൻഡിന്റെ 10-ൽ ഒരു ഭാഗത്തിന്റെ 7 ഭാഗവും കൂടി ചേർന്ന ഒരു തുകയാണ്. അതിനാൽ സുനിത വില്യംസ് ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ഭൂമിയിൽ ജീവിച്ചവരെ അപേക്ഷിച്ച് 8 മില്ലി സെക്കൻഡിന്റെ 10-ൽ ഒരു ഭാഗത്തിന്റെ 7 ഭാഗവും കൂടി ചേർന്ന ഒരു സമയം അവർ നേടി എന്ന് പറയാം. ഈ അർത്ഥത്തിൽ അവർ ഭാവിയിലേക്ക് ഏതാനും മില്ലി സെക്കൻഡുകൾ ടൈം ട്രാവൽ നടത്തി എന്ന് കണക്കാക്കാം. ഈ വ്യത്യാസം നമ്മുടെ ദിനചര്യയിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തത്ര ചെറുതാണ്. എന്നാൽ ശാസ്ത്രലോകത്ത് ഇത് ഒരു വലിയ തെളിവാണ്. ഈ സമയ വ്യത്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാകാൻ ഒരു ഉദാഹരണം പരിശോധിക്കാം. അത് GPS സാറ്റലൈറ്റുകളാണ്. GPS സാറ്റലൈറ്റുകൾ ഭൂമിയിൽ നിന്ന് 20,000 കിലോമീറ്റർ ഉയരത്തിൽ സഞ്ചരിക്കുന്നു. അവിടെ ഗുരുത്വാകർഷണ ശക്തി ഭൂമിയേക്കാൾ കുറവാണ്. വേഗത മണിക്കൂറിൽ 14,000 കിലോമീറ്ററാണ്. ഇവിടെയും ഗുരുത്വാകർഷണവും വേഗതയും സമയത്തെ ബാധിക്കുന്നു. ഒരു ദിവസത്തിൽ ഒരു മില്ലി സെക്കൻഡിന്റെ 1000-ൽ ഒരു ഭാഗത്തിന്റെ 380 ഭാഗം എന്ന തോതിൽ വ്യത്യാസമുണ്ടാകുന്നു. ഈ വ്യത്യാസം ശരിയാക്കിയില്ലെങ്കിൽ GPS സംവിധാനം തെറ്റായ വിവരങ്ങൾ നൽകും. അതിനാൽ ഈ സമയമാറ്റം കൃത്യമായി കണക്കാക്കി ശരിയാക്കുന്നു. സുനിത വില്യംസിന്റെ ഈ ടൈം ട്രാവൽ ഐൻസ്റ്റീന്റെ ആപേക്ഷികതാ സിദ്ധാന്തത്തിന്റെ ഒരു യഥാർത്ഥ തെളിവാണ്. ഈ ശാസ്ത്ര സത്യം മനസ്സിലാകുമ്പോൾ ബഹിരാകാശ യാത്രയുടെ അദ്ഭുതവും പ്രപഞ്ചത്തിന്റെ നിയമങ്ങളും ഒരുപോലെ വ്യക്തമാകുന്നു.